ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയുമായിട്ടാണ് നിംസ് ഹോസ്പിറ്റൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത്. സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. കാരണം അവിടെ ഒന്നിനും നേരമില്ലാതെ ആളുകൾ ഇങ്ങനെ ഓടിപ്പായുമ്പോൾ ആക്സിഡൻ്റായി വഴിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായി മാറുന്നത് ഇത്തരം സൗകര്യങ്ങളൊക്കെയാണ്. കേരളത്തിലും ഇതുപോലുള്ള പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവരോട് സംസാരിക്കുകയായിരുന്നു. ഇതിനു മുന്നേ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ എമർജൻസി ആയിട്ട് ഇങ്ങനെ ആംബുലൻസും അതിനുവേണ്ടി സൗകര്യങ്ങളുള്ള നഴ്സും ഡോക്ടർമാരൊക്കെ ആയിട്ട് ഞാനും വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലം ആ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, പിന്നീട് അതങ്ങനെ മറഞ്ഞുപോയി. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണെങ്കിലും നല്ലോണം പഠിച്ചിട്ട് അതല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്ത ആളുകളൊക്കെ കണ്ട് അവരൊക്കെ പരാജയപ്പെട്ട് പിന്മാറിയ ആ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ച ഇതിൻ്റെ ആളുകളോട്, ഇതിൻ്റെ പുറകിലുള്ള നിംസിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ആദ്യമായി അതിൻ്റെ നന്ദി അറിയിക്കണം. കാരണം എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു തീരുമാനം ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ്. റോഡിൽ ആക്സിഡൻറ്റിലൂടെ ജീവൻ പൊലിയുന്ന ഓരോ ആളുകളെയും അവർ ശരിക്കും പറഞ്ഞാൽ ഇത്തരം എൻ്റെ അളിയൻ 3-4 ദിവസം ഉള്ളത് പറയാം, 3-4 ദിവസം മുന്നേ ആക്സിഡൻ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആരും കൊണ്ടുപോകാനില്ലാത്ത ഒരവസ്ഥ വരികയും പിന്നീട് അവിടെ നിന്ന് ഏതോ ഒരു വാഹനത്തിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ICU മറ്റേ വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വേറെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കിടക്കുക. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ അത്തരം രോഗികൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. അതുപോലെ എൻ്റെ നാട്ടിലൊരു ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പേരിലാണ് ആംബുലൻസ് ഓടുന്നത്. ഞാൻ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ആംബുലൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ രോഗം വന്നിട്ടോ ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ എന്തോ തോന്നുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായില്ല. ആംബുലൻസ് വിളിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ആ മകൻ്റെ പേരിൽ ഒരു ട്രസ്റ്റിന് ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്താണ്. എന്നിട്ട് ആംബുലൻസ് അവിടെ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഈ റോഡരികിൽ ഇതുപോലെ ആക്സിഡൻറ്റിലൂടെയൊക്കെ മരണപ്പെടുന്ന ജീവനുകൾ ഒരുപാടുണ്ട്. അത്തരം ജീവനുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്. കേരളത്തിലാണെങ്കിലും ഇന്നിപ്പോൾ ഈ ആക്സിഡൻ്റ് ആയ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ പലർക്കും പേടിയാണ്. അവിടെ പോയി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കൂടെ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയ്യിലേക്ക് എടുത്തു തരുന്നത് ബില്ലുകളൊക്കെ ആയിരിക്കും. ഈ ബില്ലടക്കാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആരും പണിക്ക് നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അത്തരം ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും തല പുകഞ്ഞ് ആലോചിക്കേണ്ട, ഒറ്റ വിളി നിംസ് ഹോസ്പിറ്റലിലേക്ക് ഒരു വിളി അങ്ങോട്ട് വിളിച്ചാൽ ഈ ആംബുലൻസ് അവിടെ എത്തും. അവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ആയിട്ടല്ല ഇവരിതിനെ കാണുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ടതില്ല. ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ നമ്മൾ ഈ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എത്ര രോഗികളെയാണ് നമ്മൾ ഓരോ ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ അവരുടെയൊക്കെ ആവശ്യങ്ങളും അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓരോ ആശുപത്രികളും ഇന്ന് ഏറ്റവും നല്ല ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അസുഖം വളരെ കൂടുതലാണെങ്കിൽ ഉള്ളത് പറയാലോ, ഓപ്പറേഷൻ കഴിഞ്ഞാലും രോഗി മരണപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിലും ആ രോഗിയുടെ ഓപ്പറേഷൻ നടത്തി ആ പൈസ വാങ്ങിയിട്ട് പെട്ടിയിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. രോഗി മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ 3 ദിവസം മാത്രം ആയുസിട്ട ഒരു ജീവന് ആ രോഗിയുടെ ആ അവയവം മാറ്റിവെച്ചാലും ആ രോഗി മരിക്കും. കാരണം ആ അവയവം മാറ്റിയത് കൊണ്ട് രോഗി രക്ഷപ്പെടില്ല. ആ അവയവത്തിന്റെ കേടുപാടുകൾ കൊണ്ട് തന്നെ ആ രോഗിയുടെ ശരീരത്തിന്റെ മറ്റെല്ലാ അവയവങ്ങളും നശിച്ചു പോയി കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ആ അവയവം മാത്രം മാറ്റിവെക്കുമ്പോൾ ആ രോഗി രക്ഷപ്പെടുക? അപ്പൊ രക്ഷപ്പെടില്ല. അപ്പൊ അതറിഞ്ഞിട്ടും
ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അറിഞ്ഞിട്ടും ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ട്. കാരണം ആ ഒരു ഓപ്പറേഷനിലൂടെ ആ ആശുപത്രിക്ക് ലഭിക്കാൻ പോകുന്നത് 20-25 ലക്ഷം രൂപയാണ്. അങ്ങനെ വരുമ്പോൾ അവര് ആ ജീവൻ രക്ഷപ്പെടുന്നുണ്ടോ രക്ഷപ്പെടുന്നില്ലയോ എന്നുള്ളതല്ല, അത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടില്ലേ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഒരു ബിസിനസ്സായിട്ട് ഈ ആശുപത്രികളും ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടിന് കൈത്താങ്ങായിട്ട് ഈ നിംസ് ഹോസ്പിറ്റൽ മാറുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആശുപത്രികൾ ഈ നാടിന് നൽകുന്ന ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ സൗദി അറേബ്യയിൽ പോയിട്ടായിരുന്നു. നമ്മുടെ JNH നിങ്ങളുടെ പാർട്ണറാണ് അല്ലേ, JNH ഒരു പേര് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു, മുഹമ്മദ് അലിക്ക, JNH ഒമാലിക്കയുടെ ഹോസ്പിറ്റലിൽ JNH ഞാൻ സന്ദർശിക്കലുണ്ടായിരുന്നു. ആ ആശുപത്രിയിലേക്ക് ഞാൻ കയറിയിട്ട് അവിടെ ICU വാർഡിലേക്ക് ഞാൻ കയറിയപ്പോൾ ഒരുപാട് രോഗികളെ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ അദ്ദേഹം ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന രോഗികളാണ്. അതിനകത്ത് കണ്ടതിൽ കുറേയൊക്കെ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളുകളാണ്, ഊരും പേരൊന്നും അറിയാത്ത ആളുകളാണ്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ മൂപ്പരവിടെ എനിക്ക് കാണിച്ചു തന്നിട്ട് പറയുന്നത് ഇന്ന രോഗികളെ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തിയിരിക്കും. ഒപ്പം തന്നെ ഒരു ചെറിയ ഒരു കുട്ടിയെ അദ്ദേഹം കാണിച്ചു തന്നു, ഒരു 2-3 വയസ്സുള്ള ഒരു ആൺകുട്ടി. അത് ആ കുട്ടിയെ അവിടെ പ്രസവിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ കളഞ്ഞിട്ട് പോയതാ. ആ കുട്ടിയെ അദ്ദേഹം എടുത്ത് അവിടെ അങ്ങനെ വളർത്തുകയാണ്. ആ കുട്ടി ആ ഹോസ്പിറ്റലിൽ അവരുടെയൊക്കെ ആ നഴ്സുമാരുടെയൊക്കെ ഇടയിൽ അവരുടെ ഒരു കുഞ്ഞിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുക. ഒരുപാട് സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ കുട്ടിയെയും എനിക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഈ ആശുപത്രി ബിസിനസ് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പ്യ പൈസ മുടക്കിയിട്ട് ഒരു ആശുപത്രി നടത്തുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ വലിയ രീതിയിൽ ഒരാളെയും പിഴിയാതെ പിടിക്കാതെ തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് വേഗം മറ്റൊരു ആശുപത്രിയിലേക്ക് വിടുക എന്നുള്ളതാണ്. അതും ഇവിടെ നടക്കുന്നുണ്ട്. JNH-ലാണെങ്കിലും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ അതും സംഭവിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടത് അതിന്റെ പേരിലാണ്. ആ കുട്ടിയെ അവസാനം വരെ ആ ആശുപത്രിയിൽ കിടത്തിയിട്ട് ആ മരിക്കുന്നതിന് 3 ദിവസം മുന്നെയാണ് ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്, ഇനി ഇവിടെ ശരിയാവില്ല, നിങ്ങൾ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. അതുവരെയും അവിടെ കിടത്തിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഇഞ്ചക്ഷൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവസാനം പറഞ്ഞത് ഇവിടെ പറ്റില്ല, അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 3-ാമത്തെ ദിവസം ആ കുട്ടി മരണപ്പെട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ ആശുപത്രി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സാധാരണക്കാർക്കിടയിലും ഈ സ്ഥാപനം ഇത്രയധികം അംഗീകാരത്തോടു കൂടി ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണെങ്കിലും ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി ഈ പദ്ധതി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ ആശംസിക്കാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം എന്താ പറയുക, അത് പല ആളുകളും മാതൃകയാക്കി കൊണ്ടുവരട്ടെ എന്നുള്ളതാണ്. ഓരോ ആശുപത്രികളും ഇത് മാതൃകയാക്കണം. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് മാത്രം കൊണ്ടു നടക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്, വലിയ വലിയ ആശുപത്രികളുണ്ട്. നമ്മളത് പേരൊന്നും എടുത്ത് പറയണില്ല, കാരണം നമ്മളിങ്ങനെ പോയി കാണുന്ന ഓരോ സംഭവങ്ങളാണ് എല്ലായിടത്തും പോകുമ്പോൾ. നിങ്ങളുടെ ഈ നഴ്സുമാരുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ്, എന്താ മൂപ്പരുടെ പേര്, കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആശുപത്രിയിൽ പോയിട്ട് ഈ ബ്ലഡ് മാറ്റുന്നതിലൂടെ എയ്ഡ്സ് വന്നതിന്റെ ഒരു കഥ പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹത്തിന് കുറച്ച് പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കയറിയിട്ട് ഒരു മാപ്പ് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് ഭയങ്കര വിഷമമായി. ആളെന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം വിഷമത്തോടു കൂടി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു കഥ ഒരു ആശുപത്രിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ആശുപത്രിയിലുള്ള നഴ്സുമാരുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിത്രേ. എന്നിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് ഹിന്ദിക്കാരിങ്ങനെ വന്നിട്ട് ഒരു മൂലക്കിട്ടിട്ട് ഒരു ജാതി പടുക്കലായിരുന്നു. അടിച്ചടിച്ച് അതിനെ ബോധം കിടന്നവരെയും അദ്ദേഹത്തെ തല്ലിയിട്ട് അങ്ങനെ എടുത്ത് അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോയി കിടത്തി മരുന്ന് വെച്ചിട്ട് വിട്ടാക്കി. അതും ഒരു ആശുപത്രിയിൽ സംഭവിച്ചത്, വലിയൊരു ആശുപത്രിയിൽ സംഭവിച്ചതാണ്. അപ്പോൾ ചില ആശുപത്രികളുടെ പിന്നാമ്പുറങ്ങളൊക്കെ ഇത്തരത്തിലാണ്. ആർക്കും ഒന്നും മിണ്ടാനോ പറയാനോ പറ്റാത്ത രീതിയിലാണ്. അത്തരം ബിസിനസ്സുകാർക്ക് നടുവിലാണ് നമ്മുടെ നിംസിനെ പോലെയുള്ള JNH-നെ പോലെയുള്ള സത്യസന്ധരായ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് 100% ഒരു ആശുപത്രിയിലെ സേവനം ഉപകാരപ്പെടണം എന്ന് ഒരു എന്താ പറയുക, ഒരു ഇതോട് കൂടിയിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഇത്തരം വ്യക്തികളുടെ ഇത്തരം സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം
ഇത്തരം ആശുപത്രികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളൊക്കെ താങ്ങും തണലുമായി മാറണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ ഫോർ യുവർ മോട്ടീവ് സ്പീച്ച്. നമ്മുടെ റോഡുകളിൽ പൊലിയേണ്ടിയിരുന്ന ഒരുപാട് ജീവനുകൾക്ക് രക്ഷയേകി, ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും നിറം നൽകി, ഉദാത്തപരമായ ഇടപെടലുകൾ നടത്തിയ മഹാവ്യക്തിത്വങ്ങൾക്ക് ജീവൻ രക്ഷാ പുരസ്കാരലബ്ധി ഈ ഒരു സദസ്സിൽ വെച്ച് നൽകുകയാണ്. നമ്മുടെ പുരസ്കാരലബ്ധി ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് പൊന്നാട അണിയിച്ച്